പാർട്ട്നേഴ്സ് തമ്മിൽ കൂടുതൽ പ്രശ്നമുണ്ടാകും. പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള മടി കാരണമാവാം. ഫാമിലി എപ്പോഴും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വളർച്ചയ്ക്ക് ഒരു തടസ്സമാണ്, ഒരു ബാരിയറാണ് എന്നൊക്കെ പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. അതൊരു കാരണമാണ്. പിന്നെ പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. അതുണ്ടാവുമ്പം അത് സോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു സ്കില്ല് ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നു. പിന്നെ മുതിർന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളത് ഇല്ല ഇപ്പം. അങ്ങനെ ഒരു ശീലമില്ല. അവർ തന്നെ അവരുടെ ഇടയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പോവാണ്. നമ്മുടെ പാരൻസായിട്ട് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാളും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാനാണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പല പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരും ഉണ്ടാവും. ചെറുപ്പത്തിലേ അത് പിടിക്കാത്തവരുണ്ടാവും. അപ്പോൾ അവരൊക്കെയും കല്യാണം കഴിക്കും, കുട്ടികളെ ഉണ്ടാക്കും. പിന്നെയാണ് അവർ അതിനെ പറ്റിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പിന്നെ എമ്പതി ഇല്ലാണ്ട് വളർന്നിട്ട് അത് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറുതിലെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എമ്പതി അവരിൽ വളർന്നിട്ടുണ്ടോ, എമ്പതി ഉണ്ടോ അവർക്ക്, അവർ കമ്പാഷനേറ്റ് ആണോ എന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വളർത്തിയെടുക്കുന്ന കുട്ടികൾ എന്തായാലും അതിൻ്റെതായ മികവ് കാണിക്കും. ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പം പാർട്ട്ണർക്ക് അതുകൊണ്ട് ആശ്വാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഇത് ഫാമിലിയിൽ കൂടുതൽ ഇങ്ങനെ കൊലപാതകങ്ങൾ വരുന്നത്. പാർട്ട്ണറെ കുത്തിക്കൊല്ലുന്നതും പെട്ടെന്ന് ഇല്ലാതാക്കുകയാണ്. അതൊരു ബാരിയറാണ്, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കുകയാണ് അവർ ചെയ്യുന്നത്. അതല്ലല്ലോ അതിൻ്റെ വഴി.